ഹലോ മൈ ഡിയർ 90s, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? എല്ലാവർക്കും അറിയുന്നത് പോലെ CBSEയുടെ ഈ വർഷത്തെ ടേം 1 എക്സാമിന് 9th സ്റ്റാൻഡേർഡിന്റെ ഫിസിക്സിന് നമുക്ക് 2 ചാപ്റ്റേഴ്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മോഷൻ, അതുപോലെ തന്നെ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ. മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്ക്രിപ്റ്റീവ് വീഡിയോസും അതുപോലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതും MCQs എല്ലാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടു കാണും എന്നാണ് വിചാരിക്കുന്നത്. ആ ചാപ്റ്ററിൽ തന്നെയുള്ള കുറച്ചുകൂടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന വീഡിയോസും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ ആണ്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ MCQs മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല. നമുക്ക് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. കാരണം ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് 3 കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഒന്ന് സ്റ്റാൻഡ് അലോൺ MCQs, അതായത് മറ്റുള്ള ക്വസ്റ്റ്യൻസിനോടൊന്നും ഡിപ്പെൻഡൻസ് ഇല്ലാത്ത രീതിയിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അസർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അസർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാപ്റ്ററിന്റെ കണ്ടന്റ് നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കണം. മൂന്നാമത്തേത് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളുടെ പഠിക്കുന്ന തിയറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിയൽ ടൈം സിറ്റുവേഷൻ തരും. ഒരു പാരഗ്രാഫ് ആയിട്ടായിരിക്കും തരുന്നുണ്ടായിരിക്കുക. അതിനെ കണക്ട് ചെയ്തിട്ട് 4 or 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതും മൾട്ടിപ്പിൾ ചോയ്സസ് അവൈലബിൾ ആയിരിക്കും. അതിൽ നിന്നാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് ആദ്യം ചാപ്റ്റർ എന്താണ്, കണ്ടന്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. വളരെ എളുപ്പത്തിൽ ചുരുക്കം കണ്ടന്റ് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ വളരെ വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിലൂടെ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ചാപ്റ്റർ നല്ല വൃത്തിയായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. ഫോഴ്സ് എന്താണ് നമ്മൾ കുഞ്ഞു ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. ഇറ്റ് ഈസ് എ പുഷ് ഓർ പുൾ എന്നുള്ളത് അല്ലെ. ഫോഴ്സ് എന്ന് വിളിക്കാൻ പറ്റുന്നത് എപ്പോഴാണ്? ഈ പുഷ് അല്ലെങ്കിൽ പുള്ളിന് ഒരു ഒബ്ജക്റ്റിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമ്പോഴാണ്. ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഡയറക്ഷൻ, രണ്ടാമത്തേത് വെലോസിറ്റി. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം, അതായത് ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വസ്തുവിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഇപ്പൊ നമ്മൾ ടെന്നീസ് ഒക്കെ കളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഷട്ടിൽ ബാഡ്മിന്റൺ ഒക്കെ കളിക്കുന്ന സമയത്ത്, ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഒരു ബോൾ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാറ്റ് വെച്ച് അല്ലെങ്കിൽ റാക്കറ്റ് വെച്ച് ആ ബോളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ആ ബോളിന്റെ ഡയറക്ഷൻ മാറ്റാൻ നമുക്ക് പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട് നമുക്ക് അതിന്റെ സ്പീഡ് കൂട്ടാം. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ ഒന്നുകൂടെ സ്പീഡ് കൂട്ടാം, അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കാം, അതിനെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ ഫോഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇറ്റ് ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട്. അതുപോലെ തന്നെ ഷേപ്പ് ഓഫ് ദ ഒബ്ജക്ട് മാറ്റാനും ഫോഴ്സിനെ കൊണ്ട് സാധിക്കും. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് MCQs ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. എന്നാലും നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ് ആവശ്യമില്ല. അതായത് ഒരു വസ്തു യൂണിഫോം മോഷനിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ ആസ് വെൽ ആസ് വെലോസിറ്റി എന്നുണ്ടെങ്കിൽ, ഫോഴ്സ് ഇസ് നോട്ട് റിക്വയർഡ് ഫോർ കീപ്പിംഗ് ദ ഒബ്ജക്ട് മൂവിങ്. ഒരു വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള ഒരു സർഫസിലൂടെ ഒരു വസ്തു യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഇസ് നോട്ട് റിക്വയർഡ്. കാരണം ഫോഴ്സ് ആവശ്യമുള്ളത് എപ്പോഴാണ്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഷേപ്പ് ചേഞ്ച് ചെയ്യാനൊക്കെയാണ് ഫോഴ്സിന്റെ ആവശ്യമുള്ളത്. അപ്പൊ ഫോഴ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി പറയുന്നത് ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്. ഒന്നിൽ കൂടുതൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇഫക്റ്റീവ് ടോട്ടൽ ഫോഴ്സ് 0 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പെയർ ഓഫ് ഫോഴ്സസിനെ ബാലൻസ്ഡ് ഫോഴ്സസ് എന്ന് പറയാം. ഒന്നിൽ കൂടുതൽ, അതായത് ഇപ്പൊ 2 ഫോഴ്സ് ഉണ്ട്, ഈ 2 ഫോഴ്സും ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ആണെങ്കിൽ നെറ്റ് ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കും. ആ കേസിലാണ് നമ്മൾ ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ ബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇഫക്റ്റീവ് ഫോഴ്സ് 0 ആണ്. അപ്പൊ ഫോഴ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്താൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? നെറ്റ് ഫോഴ്സ് 0 ആണ്. അപ്പൊ ഒന്നിൽ കൂടുതൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ അതിന്റെ ഇഫക്റ്റീവ് വാല്യൂ 0 ആണെങ്കിൽ that force will not be able to change the motion of an object. ഈ ബാലൻസ്ഡ് ഫോഴ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്, 2 ടീം ടഗ് ഓഫ് വാർ കളിക്കുകയാണ്. ഫസ്റ്റ് ടൈം 300 ന്യൂട്ടൺ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ടുവേർഡ്സ് ലെഫ്റ്റ്.
second team is also applying the same amount of force 300 Newton but in the exactly opposite direction. അത് അങ്ങനെ വരുമ്പോൾ ഈ ടഗ് ഓഫ് വാറിൽ അതൊരു എന്താ പറയുക ഈക്വൽ കോമ്പറ്റീറ്റേഴ്സ് ആണ്. ഈ അവർക്ക് ഒന്നും മൂവ് ചെയ്യിക്കാൻ പറ്റില്ല, ഏത് ഡയറക്ഷനിലും ഈ എന്താ പറയാ റോപ്പ് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഒരു മോഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ there should be an unbalanced force. അപ്പൊ ബാലൻസ്ഡ് ഫോഴ്സ് എന്താണെന്ന് മനസ്സിലായി. നെറ്റ് ഫോഴ്സ് ഷുഡ് ബി 0. ബാലൻസ്ഡ് ഫോഴ്സ് cannot change the motion of an object. ഇനി അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ ഫോഴ്സസ് ഉണ്ടായിരിക്കാം, പക്ഷെ അവിടെ നെറ്റ് നോൺ സീറോ ഫോഴ്സ് ഉണ്ടായിരിക്കും. നോൺ സീറോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫോഴ്സിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ അൺബാലൻസ്ഡ് ഫോഴ്സിനും ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ചേഞ്ച് ദ സ്പീഡ് ഓർ ദ ഡയറക്ഷൻ ഓർ ദ ഷേപ്പ് ഓഫ് എൻ ഒബ്ജക്ട് എന്നുള്ളത്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ഒരു ഇൻസിഡന്റ് ആണ്. ഫസ്റ്റ് ടൈം കുറച്ചുകൂടെ ഫോഴ്സ് അപ്ലൈ ചെയ്തു, ദേ ഹാവ് അപ്ലൈഡ് 400 Newton. അതേസമയം സെക്കൻഡ് ടീമിന് ഇപ്പോഴും ഫോഴ്സ് 300 തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റ് ടീമാണ് വിന്നേഴ്സ് ആവുക അല്ലെ? കാരണം ഈ ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് ഈ മൊത്തത്തിൽ ഈ റോപ്പും മറ്റുള്ള ടീം മെമ്പേഴ്സ് ഒക്കെ മൂവ് ചെയ്യാം. Because when unbalanced force happens, that force will be able to change the speed. സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് വെച്ചാൽ നെറ്റ് നോൺ സീറോ ഫോഴ്സ് ആയിരിക്കും. ഫോഴ്സിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനോ സ്പീഡ് ചേഞ്ച് ചെയ്യാനോ ഷേപ്പ് ചേഞ്ച് ചെയ്യാനോ എല്ലാം അൺബാലൻസ്ഡ് ഫോഴ്സിന് പറ്റും. അപ്പൊ ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു, ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു. നെറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? when multiple forces act on a body, അതിനെ നമുക്ക് ടോട്ടൽ അതിന്റെ ഇമ്പാക്ട് എത്രയായിരിക്കും, ഇഫക്റ്റീവ് ഫോഴ്സ് എത്രയായിരിക്കും എന്നുള്ളതിനെയാണ് നമുക്ക് നെറ്റ് ഫോഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പോ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ബ്ലോക്കിന്റെ പുറത്ത് 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. F1 വാല്യൂ 5 ന്യൂട്ടൺ ആണ്, F2 വാല്യൂ 5 ന്യൂട്ടൺ ആണ്, F3 വാല്യൂ 7 ന്യൂട്ടൺ ആണ്. അപ്പോ ടോട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് എന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാം. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഫോഴ്സസ് ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് റിസൾട്ടന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആഡ് ചെയ്താൽ മതി. ഇനി ഡിഫറെന്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്, എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ F1 ആൻഡ് F2 സെയിം ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതിന്റെ ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. എങ്ങനെയാണ്? 2 ഫോഴ്സസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ 2, 3, 4 ഫോഴ്സസ് ഒക്കെ ആയിരിക്കാം ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആഡ് ചെയ്താൽ മതി. എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ F1 ആൻഡ് F2 സെയിം ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 5 + 5 10 ന്യൂട്ടൺ ആയിരുന്നു. ഇനി F3 എന്ന് പറയുന്നത് 7 ന്യൂട്ടൺ ആണ്. അത് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ -7 എന്ന് പറയണം, വിച്ച് വിൽ ബി ഈക്വൽ ടു 3 ന്യൂട്ടൺ. ഈ 3 ന്യൂട്ടൺ ഫോഴ്സ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും എന്ന് വെച്ചാൽ ഏത് ഡയറക്ഷനിലാണോ ബിഗർ ഫോഴ്സ് ഉണ്ടായിരുന്നത് ആ ഡയറക്ഷനിലായിരിക്കും റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ടാവുക. ഇവിടെ ബിഗർ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരുന്നു? 10 ന്യൂട്ടൺ എന്ന് പറയുന്നത് ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരുന്നു അല്ലെ? 7 ന്യൂട്ടൺ ആണ് ടുവേർഡ്സ് റൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കണം? ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് മീൻസ് വാല്യൂ ഫോഴ്സ് ഇസ് 3 ന്യൂട്ടൺ, whereas ഡയറക്ഷൻ ഷുഡ് ബി along the direction of the bigger force. വലിയ ഫോഴ്സ് എങ്ങോട്ടാണോ ആക്ട് ചെയ്യുന്നത് ആ ഡയറക്ഷനിലായിരിക്കും റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ വരിക. അപ്പോ ഇവിടെ 3 ഫോഴ്സസ് ഉണ്ടായിരുന്നു, F1, F2 ആൻഡ് F3. പക്ഷെ ഫൈനലി നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 3 ന്യൂട്ടൺ വിച്ച് വിൽ ബി ആക്ടിങ് ടുവേർഡ്സ് ലെഫ്റ്റ്. എന്തുകൊണ്ടാണ് ടുവേർഡ്സ് ലെഫ്റ്റിലോട്ട് പോയത്? കാരണം ബിഗർ ഫോഴ്സ് ആയിട്ടുള്ള 10 ന്യൂട്ടൺ ഏത് ഡയറക്ഷനിലാണ്? ലെഫ്റ്റ് ഡയറക്ഷനിലാണ് ഉള്ളത്. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് 3 laws of motion which is proposed by Sir Isaac Newton. Isaac Newton propose ചെയ്തിട്ടുള്ള 3 laws of motion ഉണ്ട്. They are named as Newton's first law of motion, second law of motion and third law of motion. ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് law of motion പഠിക്കുന്നതിനെക്കാട്ടും മുന്നേ ആയിട്ട് നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച് കേട്ട് പരിചിതമുള്ള ഒരു ഫോഴ്സ് തന്നെയാണ്, which is nothing but frictional force. Frictional force എന്ന് പറയുന്നത് ഒരു വസ്തു, ഇപ്പൊ ഒരു കാർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടേബിളിൽ ഒരു ബുക്ക് നിങ്ങളൊന്ന് സ്ലൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ റോഡിലൂടെ ഒരു കാർ മൂവ് ചെയ്യുന്നു. ആ ബുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ബുക്കിന്റെ കാര്യം എടുക്കാം അല്ലെ? നിങ്ങളുടെ ഏറ്റവും അടുത്തിരിക്കുന്നത് ഇപ്പൊ ബുക്കായിരിക്കും, ടേബിളിൽ ഒരു ബുക്ക് ഇരിക്കുന്നുണ്ട്. ആ ബുക്ക് ഒന്ന് തള്ളി മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. വളരെ ചെറിയ രീതിയിലുള്ള ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബുക്കിനെ നിങ്ങൾക്ക് തള്ളി മാറ്റാൻ പറ്റുമോ?
ഇല്ല. കാരണം നമ്മൾ അവിടെ ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിലും മോഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ഈ ടേബിളിന്റെ സർഫസ് ബുക്കിന്റെ പുറത്ത് ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ റഫ് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ കൂടുതൽ എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ആ ബുക്കിനെ തള്ളി മാറ്റാൻ പറ്റുള്ളൂ. സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണെങ്കിലോ നമുക്ക് എളുപ്പത്തിൽ ആ ബുക്കിനെ തള്ളി മാറ്റാം, അല്ലെ? അപ്പൊ റഫ്നെസ് ഓർ സ്മൂത്ത്നെസ് ഓഫ് ദ സർഫസിനെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഓപ്പോസിറ്റ് ഫോഴ്സിനെ പറയുന്ന പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നുള്ളത്. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ദ ഫോഴ്സ് ദാറ്റ് ഒപ്പോസസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ്. മോഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എപ്പോഴും ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും അപ്ലൈഡ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. അതെപ്പോഴും മോഷന് സ്റ്റോപ്പ് ചെയ്യാനാണ് ശ്രമിക്കുക. പക്ഷെ ഫ്രിക്ഷൻ ഓവർകം ചെയ്യുന്ന രീതിയിൽ കൂടുതൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മോഷൻ വിൽ സ്റ്റാർട്ട്. ഫ്രിക്ഷൻ എന്താണെന്ന് മനസ്സിലായി. ഇനി ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ലോ ഓഫ് ഇനർഷ്യ എന്ന് കൂടെ വിളിക്കാറുണ്ട്. നമ്മളൊരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എത്രത്തോളം സമയം വേണമെങ്കിൽ ആ ഫുട്ബോളിന് ആ ഗ്രൗണ്ടിൽ ഇരിക്കാൻ പറ്റും, അല്ലെ? ഒരു പ്ലെയർ വന്നിട്ട് ആ ഫുട്ബോളിനെ കിക്ക് ചെയ്യുന്ന സമയം വരെ അത് എത്ര മണിക്കൂറുകളോളം വേണമെങ്കിലും ആ ബോള് വിൽ കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അതായത് ഒരു വസ്തു റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തു, ഇപ്പൊ ഞാൻ നിങ്ങളുടെ ടേബിളിലുള്ള ബുക്ക് തള്ളി മാറ്റാൻ പറഞ്ഞു. ബുക്ക് നിങ്ങൾ ടേബിളിൽ വെച്ചേക്കാണ്, നിങ്ങൾ അതിനെ മൈൻഡേ ചെയ്യുന്നില്ല, തൊടുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ബുക്ക് വിൽ ബി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, അല്ലെ? എത്ര സമയം വേണമെങ്കിലും ആ ബുക്കിന് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ ഇരിക്കാൻ പറ്റും. Unless acted upon by an external force, every object which is at rest will continue in its state of rest. ഇത് മാത്രമല്ല കേട്ടോ ഇനർഷ്യ എന്ന് പറയുന്നത്. റെസ്റ്റിലിരിക്കുന്ന ആൾ റെസ്റ്റിലിരിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്നിടത്തോളം അത് കോൺസ്റ്റന്റ് സ്പീഡിൽ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മളൊരു കാറ് ഡ്രൈവ് ചെയ്ത് പോകുന്നു, ആ കാറിനെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അതിനെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യണം, അല്ലെ? അൺലെസ് ആക്ടഡ് അപ്പോൺ ബൈ an external force, an object will continue in the state of rest or of uniform motion. നമ്മളുടെ എല്ലാവരുടെ അവസ്ഥ ഇതാണ്. ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പൊ ഇരിക്കുന്ന അതേ അവസ്ഥയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതിനെയാണ് ഇനർഷ്യ എന്ന് പറയുന്നത്. എല്ലാ വസ്തുക്കൾക്കും ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഇപ്പൊ ഇരിക്കുന്ന സ്റ്റേറ്റ് എന്താണോ, റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ആ ടെൻഡൻസിന് പറയുന്ന പേരാണ് ഇനർഷ്യ എന്നുള്ളത്. ന്യൂട്ടൺ പറഞ്ഞു വെച്ചത് എന്താണ്? In order to overcome inertia, a force is required unless acted upon by an external unbalanced force. Balanced force കൊടുത്തതുകൊണ്ട് നമുക്ക് മൂവ്മെന്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. Unless acted upon by an external force, a body continues to be in the state of rest or of uniform motion. ഇതിനെ പറയുന്ന പേരാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഫസ്റ്റ് ലോ ഓഫ് മോഷന് വേറൊരു പേരും കൂടി ഉണ്ട്, which is called inertia, law of inertia എന്നും കൂടെ പറയാറുണ്ട്. അതായത് ഒരു സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ബോൾ, അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫോഴ്സ് കൊടുക്കണം. അൺലെസ് യു ഗിവ് എ ഫോഴ്സ് ദാറ്റ് ദ ഒബ്ജക്ട് വിൽ കീപ് ഓൺ മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ ഇനർഷ്യ ഓഫ് റെസ്റ്റ് ഉണ്ട്, ഇനർഷ്യ ഓഫ് മോഷൻ ഉണ്ട്, ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ ഉണ്ട്. ഇനർഷ്യ ഓഫ് റെസ്റ്റിനും മോഷനൊക്കെ നമ്മൾ എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഇപ്പൊ നമ്മൾ ഒരു മൂവിങ് ബസ്സിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ പെട്ടെന്നൊന്ന് മുന്നോട്ടായും, അല്ലെ? അതിന്റെ കാരണം നമ്മളൊരു മൂവിങ് ബസ്സിൽ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കാനാണ് ശ്രമിക്കുന്നത്. പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ ഇൻ ദ മോഷൻ. ആ മോഷനിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുന്നു ബിക്കോസ് ഓഫ് ഇനർഷ്യ. നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൂവ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാല് അത് ബസ്സിന്റെ കോൺടാക്റ്റിൽ വരുന്നത് കൊണ്ട് അത് പെട്ടെന്ന് സ്റ്റോപ്പ് ആവും. പക്ഷെ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി വിൽ കണ്ടിന്യൂ, അതായത് വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഴാൻ പോകുന്നത് മുന്നിലോട്ട്. അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി ബസ്സിൽ നിൽക്കുകയാണ്, അത് ബസ് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു ബസ്സിൽ നമ്മൾ നിൽക്കുകയാണ്. പെട്ടെന്ന് ബസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ബാക്കിലോട്ട് പോകും, അല്ലെ? അതിന്റെ കാരണം നമ്മൾ നിൽക്കുമായിരുന്നു, we were in a state of rest. അപ്പൊ നമ്മൾ ആ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ നമ്മളൊരു കാറിൽ ഇരുന്ന് ട്രാവൽ അല്ലെങ്കിൽ ബസ്സിൽ തന്നെ ഇരുന്ന് ട്രാവൽ ചെയ്യുന്നു. ഒരു ഷാർപ്പായിട്ടുള്ള ടേൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ സൈഡിലോട്ട് പോകും, അല്ലെ? അതിന്റെ കാരണം നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ ബോഡി ആ ഡയറക്ഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു ബിക്കോസ് ഓഫ് ഇനർഷ്യ. അപ്പോൾ അവിടെ
ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ആവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒന്നിങ്ങനെ ചെരിഞ്ഞു പോകുന്നത്. അപ്പൊ ഇതെല്ലാം കൂടിച്ചേർന്ന് 3 രീതിയിൽ നമുക്ക് ഇനേർഷ്യ പറയാം. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഉണ്ട്, അതായത് റെസ്റ്റിലുള്ള ഒബ്ജക്ട് വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. മോഷനിലുള്ള ഒബ്ജക്ട് വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അല്ലെങ്കിൽ ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വസ്തു ആ ഡയറക്ഷൻ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം ഇനേർഷ്യയുടെ എക്സാമ്പിൾസ് ആണ്. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള MCQs നമ്മൾ വഴിയെ പ്രാക്ടീസ് ചെയ്യാട്ടോ. ഞാൻ ഇപ്പൊ കൺസെപ്റ്റ് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. ഇനേർഷ്യനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇനേർഷ്യ ഞാൻ പറഞ്ഞു ബേസിക്കലി എന്താണ് ഇനേർഷ്യ എന്ന് പറഞ്ഞാല് എല്ലാ വസ്തുക്കൾക്കും ഉള്ള ഒരു ടെൻഡൻസിയാണ് അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ, അതായത് ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാന്നുള്ളത്. ഒരു റെസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ മോഷൻ ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഇപ്പൊ ഏത് അവസ്ഥയിലുണ്ടോ ആ അവസ്ഥ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതിനെയാണ് നമ്മൾ ബേസിക്കലി ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇനേർഷ്യ ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ് ഓഫ് ദി ബോഡി. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് MCQs ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ വളരെ കൂടുതൽ ഫോഴ്സ് കൊടുത്താലാണ് ഇനേർഷ്യ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരു ഫുട്ബോൾ ഉണ്ടെന്ന് വിചാരിക്കാം, അതുപോലെ അത്രയും എളുപ്പത്തിലുള്ള ഒരു കല്ലും അടുത്തിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. നമുക്കറിയാം ഈ ഫുട്ബോളും ഈ സ്റ്റോണും അൺലെസ് യു അപ്ലൈ എ ഫോഴ്സ് ഓൺ ഇറ്റ് ദേ ബോത്ത് വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അല്ലെ, റെസ്റ്റിലിരിക്കാൻ തന്നെയാണ് ഈ ഫുട്ബോളിനും ഈ കല്ലിനും ഇഷ്ടമുണ്ടാവുക. അപ്പൊ ഇതിന്റെ ഇനേർഷ്യ ഓവർകം ചെയ്യാൻ, അതായത് ഇപ്പൊ അവർക്കുള്ള അവസ്ഥയാണ് ഇനേർഷ്യ, റെസ്റ്റിലാണ്, അവർ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഈ ഇനേർഷ്യ ഓവർകം ചെയ്യാൻ എന്ത് വേണം എന്നാണ് ന്യൂട്ടൺ പറഞ്ഞത്? അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആവശ്യമാണ്. അപ്പൊ ഒരു ആള് വന്നിട്ട് ഈ കല്ലിനെയും ഈ ഫുട്ബോളിനെയും ഒന്ന് കാല് വെച്ച് തട്ടാൻ ശ്രമിക്കുന്നു. ഫുട്ബോളിനാണെങ്കിൽ നമുക്ക് കാല് വെച്ച് തട്ടുന്ന ആ ചെറിയ ഫോഴ്സ് തന്നെ ഇനഫ് ആണ് ഈ ഫുട്ബോളിന്റെ ഇനേർഷ്യ ഓഫ് റെസ്റ്റിനെ ഓവർകം ചെയ്യാനായിട്ട്. അല്ലെ, നമ്മൾ കാല് വെച്ച് ജസ്റ്റ് ഒന്ന് കിക്ക് ചെയ്താൽ ഫുട്ബോൾ വിൽ സ്റ്റാർട്ട് മൂവിങ്. അതേസമയം കാല് വെച്ചിട്ട് ആ കല്ലിനെ നമ്മൾ ഒന്ന് കിക്ക് ചെയ്ത് നോക്ക്, ഫുട്ബോളിന്റെ അതേ വലുപ്പമുള്ളത്, ചിലപ്പോൾ നമ്മളുടെ മൂവ്മെന്റ് തന്നെ റെസ്ട്രിക്റ്റഡ് ആയി പോകും. അല്ലെ, അതായത് ആ സ്റ്റോണിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ കല്ലിനെ സംബന്ധിച്ച് മാസ് വളരെ കൂടുതലാണ്. മാസും ഇനേർഷ്യയും ഡയറക്റ്റ് ഡിപ്പെൻഡൻസ് ആണ്. അതായത് ലൈറ്റർ ഒബ്ജക്ട്സ് would require less force to overcome inertia. അതേസമയം ഹെവിയർ ഒബ്ജക്ട്സ് ആണെങ്കിലോ will require more force to overcome inertia. നമ്മൾ കാല് വെച്ച് തട്ടുന്ന ചെറിയ ഫോഴ്സ് ഒന്നും പോരാതെ വരും. നമ്മൾ കൈ വെച്ച് നല്ല രീതിയിൽ തന്നെ തള്ളിയാൽ മാത്രമേ ആ സ്റ്റോണിന് ഇനേർഷ്യ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനേർഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇവിടെ നമ്മൾ ഓർത്ത് വെക്കുക, മാസും ഇനേർഷ്യയും ഡയറക്റ്റ് ഡിപ്പെൻഡൻസ് ആണ്. മോർ മാസ് മോർ വിൽ ബി ദ ഇനേർഷ്യ, ലെസ് മാസ് ലെസ് വിൽ ബി ദ ഇനേർഷ്യ. നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനെ കുറിച്ച് പഠിച്ചത്. ഇനേർഷ്യ എന്താണെന്ന് പഠിച്ചു, അതുപോലെ 3 ടൈപ്പിലുള്ള ഇനേർഷ്യ ഉണ്ടെന്ന് പഠിച്ചു, മാസും ഇനേർഷ്യയും തമ്മിലുള്ള ഡിപ്പെൻഡൻസ് പഠിച്ചു. സെക്കൻഡ് ലോ ഓഫ് മോഷൻ പഠിക്കുന്നതിനേക്കാൾ മുന്നേ ആയിട്ട്, ഇപ്പൊ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പഠിച്ചപ്പോൾ നമ്മൾ ഒരു പുതിയ ടേം പരിചയപ്പെട്ടു, അതാണ് ഇനേർഷ്യ. സെക്കൻഡ് ലോ ഓഫ് മോഷൻ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു പുതിയ ടേം ആണ് മൊമെന്റം എന്നുള്ളത്. മൊമെന്റം എന്ന് പറയുന്നത് ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് അതിന്റെ മാസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ സ്പീഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യില്ല. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു രണ്ട് വലിപ്പത്തിലുള്ള കല്ലുകൾ നമ്മൾ എടുത്തു, അതായത് ഒരു ചെറിയ കല്ലും ഒരു വലിയ കല്ലും. അത് നമ്മളുടെ മുകളിലോട്ട് എറിഞ്ഞു എന്ന് വിചാരിക്കാം. ഏത് കല്ലായിരിക്കും നമ്മളുടെ മേല് കൂടുതൽ പെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചാല് എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? ഒരു ചെറിയ കല്ലും ഒരു വലിയ കല്ലും എന്റെ മുകളിലോട്ട് ഇട്ടു. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ പെയിൻ ഉണ്ടാവുക ഏത് കല്ല് വെച്ച് ഇട്ടാലാണ്? വലിയ കല്ലെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഉത്തരത്തിന് റോങ് എന്ന് പറയും, കാരണം എന്റെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റഡ് ആയിരുന്നില്ല. വലിയ കല്ല് വെറുതെ എന്റെ മേലിങ്ങനെ വെച്ചേ ഉള്ളൂ, പക്ഷെ ചെറിയ കല്ല് ഭയങ്കര ദൂരത്ത് നിന്ന് എടുത്തിട്ടാണ് എറിഞ്ഞത്. വിച്ച് മീൻസ് മാസ് മാത്രമല്ല ഒരു ഇമ്പാക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ വലിയ കല്ലും ഉണ്ടായിരുന്നു ചെറിയ കല്ലും ഉണ്ടായിരുന്നു, ഹെവി ആയിട്ടുള്ള ഒരു കല്ല്, പക്ഷെ അത് മേല് വളരെ സ്ലോ ആയിട്ട് കൊണ്ടുവച്ചു. അതേസമയം ചെറിയ സ്റ്റോൺ ആയിരുന്നു, പക്ഷെ അത് വളരെ അകലെന്നാണ് എറിഞ്ഞത്. അത് വളരെ സ്പീഡിൽ എന്റെ മേൽ വന്ന് തട്ടിയാൽ ഐ വിൽ ബി ഫീലിംഗ് സോ പെയിൻഫുൾ, റൈറ്റ്? അതായത് എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടായിരിക്കും. അതായത് ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഡിപ്പെൻഡ്സ് ഓൺ 2 ഫാക്ടേഴ്സ്, മാസ് ആൻഡ് വെലോസിറ്റി. അതായത് രണ്ടും ഒരേ സ്പീഡിൽ വരുവായിരുന്നെങ്കിൽ മാസീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും എന്റെ മേലെ കൂടുതൽ പെയിൻ ഉണ്ടാക്കുക. അതേസമയം രണ്ടും മാസ് വ്യത്യസ്തമാണെങ്കിൽ സ്പീഡ് ആയിരിക്കും പെയിനെ അല്ലെങ്കിൽ ആ ഇമ്പാക്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ മാസും വെലോസിറ്റിയും രണ്ടും കൂടെയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇമ്പാക്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റിന് പറയുന്ന പേരാണ് മൊമെന്റം. മൊമെന്റം ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി.
വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്, അതുകൊണ്ട് തന്നെ മൊമെന്റവും ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. മനസ്സിലോർത്ത് വെക്കുക, ഫോഴ്സ് പഠിച്ചു, വെക്ടർ ആണ്. മൊമെന്റം പഠിക്കുന്നു, അതും വെക്ടർ തന്നെയാണ്. വെക്ടർ എന്ന് വെച്ചാൽ എന്താ? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. മൊമെന്റം ഫോർമുല തീർച്ചയായിട്ടും ഓർത്ത് വെക്കുക, ഇറ്റ് ഈസ് എം ഇൻറ്റു വി. മാസിന്റെ SI യൂണിറ്റ് നമുക്കറിയാം കിലോഗ്രാം ആണ്, വെലോസിറ്റിയുടെ SI യൂണിറ്റ് അറിയാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ മൊമെന്റത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇതും ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. മൊമെന്റം ഇസ് പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി, P ഈക്വൽ ടു mv. വെക്ടർ ആണ്, യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം നമ്മൾ മൊമെന്റം എന്താണെന്ന് പഠിച്ചു. ഇനി സെക്കൻഡ് ലോ ഓഫ് മോഷനിലോട്ട് വരാം. സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് നമ്മൾ പഠിച്ചത് എന്താണ്? ഫോഴ്സ് എപ്പോഴാണ് ആവശ്യമുള്ളത് അല്ലെ? എപ്പോഴും ആവശ്യമുള്ളത് ഇനർഷ്യനെ ഓവർകം ചെയ്യാൻ ഫോഴ്സ് ആവശ്യമാണ് നമ്മൾ പഠിച്ചു. പക്ഷെ എത്രത്തോളം ഫോഴ്സ് ആണ് ആവശ്യമുള്ളത് എന്ന് പഠിക്കുന്നത് സെക്കൻഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ചാണ്. ഫോഴ്സ് ആവശ്യമുണ്ടെന്ന് നമ്മൾ അവിടെ പഠിച്ചു, പക്ഷെ എത്ര ഫോഴ്സ് ആണ് ആവശ്യമുള്ളത്? ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എൻ ഒബ്ജെക്ട് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്നുള്ളതാണ് സെക്കൻഡ് ലോ ഓഫ് മോഷന്റെ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഇപ്പൊ നമുക്ക് MCQ ആയതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്നും എഴുതാനുള്ള ഒരു ചോദ്യം ഒന്നും വരില്ല. പക്ഷെ എന്നാലും ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കാം. ദാറ്റ് ഈസ് ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ to rate of change of momentum. ചേഞ്ച് ഇൻ മൊമെന്റത്തിനെ നമുക്ക് ഡെൽറ്റ പി എഴുതാം. റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഡെറിവേഷൻ ആസ് സച്ച് ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, കാരണം ഇത് ഒബ്ജക്റ്റീവ് എക്സാം ആയതുകൊണ്ട്. പക്ഷെ ക്ലാസ്സിൽ നടത്തുന്ന ടേം എക്സാംസ് ഒക്കെ, അതായത് യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വരാം. അപ്പോൾ ഒരു വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് ഫോഴ്സിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. സെക്കൻഡ് ഓഫ് മോഷൻ അനുസരിച്ച് ഡെൽറ്റ പി ബൈ ടി പ്രൊപ്പോർഷണൽ ടു m into v minus u by t. കാരണം എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം. മൊമെന്റത്തിന്റെ ഫോർമുല മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ്. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം ഡിവൈഡഡ് ബൈ ടി ആണ്. അപ്പൊ ഫൈനൽ മൊമെന്റത്തിനെ നമുക്ക് മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി എന്ന് എഴുതാം, മൈനസ് ഇനീഷ്യൽ മൊമെന്റത്തിനെ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി എന്ന് എഴുതാം അല്ലെ? അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നതാണ് m into v minus u divided by t, which is proportional to m into v minus u by t. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ മോഷനിൽ പഠിച്ചു. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ആക്സിലറേഷൻ. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. അപ്പൊ നമുക്ക് m into v minus u by t ന് പകരം m into a എന്ന് എഴുതാം, which is f proportional to ma. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമുക്കൊരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കൊണ്ടുവരാം, which is k. SI സിസ്റ്റത്തിൽ k ന്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് തന്നെ f is equal to ma, ഫോഴ്സ് equal to mass into acceleration എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്ന ഫോർമുല ഫോർ ഫോഴ്സ്. തീർച്ചയായിട്ടും പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ ആണ്. പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പിലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഒന്ന് P ഈക്വൽ ടു m into v, രണ്ടാമത്തേത് F is equal to m into a. ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ, നമ്മൾ എന്താ പറയാ, ഫിസിക്സ് എന്താണെന്ന് അറിയാത്ത ആളുകൾ പോലും വളരെ കോമൺ മാൻസ് ലാംഗ്വേജ് ആണ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് for every action there is an equal and opposite reaction. ഓരോ ആക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ട്. ഈ ആക്ഷൻ റിയാക്ഷൻ എന്നൊക്കെ പറയുന്നത് ഫോഴ്സസ് ആണ് കേട്ടോ. ഒരു വസ്തുവിൽ കൊടുക്കുന്ന ആക്ഷൻ എന്ന് പറയുന്നത്, ഇത് നമുക്ക് MCQയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്താണ് ആക്ഷൻ റിയാക്ഷൻ? ആക്ഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് മാസ് അല്ല, വെലോസിറ്റി അല്ല, മൊമെന്റം അല്ല, ദേ ആർ ഫോഴ്സസ്. ഫോഴ്സസിനെയാണ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഫോഴ്സസ് ആണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഇതാണ് തേർഡ് ലോ ഓഫ് മോഷന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ലാസ്റ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്, കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇതാണ് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്. കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ, ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വെച്ചാൽ ആ സിസ്റ്റത്തിന്റെ പുറത്തുനിന്നുള്ള ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ രണ്ട് ബോൾസ് അവ തമ്മിൽ കൂട്ടിമുട്ടുന്നു, അതായത് ഒരു ബോൾ കൊടുക്കുന്ന ഫോഴ്സ് മറ്റേ ബോൾ ഇങ്ങോട്ട് തിരിച്ചു മേടിക്കുന്ന ഫോഴ്സ്, ഈ ബോളുകളെ കൂടാതെ പുറത്തുനിന്ന് ആരും ഇവരുടെ പുറത്ത് ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഇവരെന്ത് പറയാം? ഐസൊലേറ്റഡ് സിസ്റ്റം. അതായത് അവർ മാത്രമുള്ള ഒരു സിസ്റ്റം, ഒരു ലോകം അല്ലെ. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ ടോട്ടൽ മൊമെന്റം റിമെയിൻസ് ദ സെയിം എന്ന് വെച്ചാൽ കൊളീഷൻ, അതായത് രണ്ട് ബോളുകൾ കൂട്ടിമുട്ടുന്നു അല്ലെങ്കിൽ കൊളൈഡ് ചെയ്യുന്നു. അവ കൊളൈഡ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഉള്ള ടോട്ടൽ മൊമെന്റം, അതായത് മൊമെന്റം ഓഫ് എ പ്ലസ് മൊമെന്റം ഓഫ് ബി എന്ന് പറയുന്നത്, കൊളീഷന് ശേഷം നമ്മൾ ഇവരുടെ ടോട്ടൽ മൊമെന്റം എടുത്താൽ അത് ഈക്വൽ ആയിട്ടാണ് ഇരിക്കുക എന്നാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത്. അതിന് നമ്മളൊരു പ്രൂഫ് പഠിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഇല്ലാത്തതുകൊണ്ട് പ്രൂഫ് ഒന്നും വേണ്ട. പക്ഷേ സ്കൂളിൽ പീരിയോഡിക് ടെസ്റ്റ് നടത്തുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കാം. അന്നേരം നമുക്ക് ഇതൊന്നും അറിയണം. ജസ്റ്റ് 2 ലൈൻസേ ഉള്ളൂ ഇതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത്. നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ പഠിച്ച എന്താണ്? ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളത് അല്ലെ. FAB എന്ന് വെച്ചാൽ ഫോഴ്സ് അപ്ലൈഡ് ബൈ A ഓൺ B. രണ്ട് ബോൾസ് ഉണ്ടായിരുന്നു, നമുക്ക് അതിനെ A എന്നും B
എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടെ മാസസ് MA ആൻഡ് MB ആണെന്ന് വിചാരിക്കാം. ഇനീഷ്യലി അവ മൂവ് ചെയ്തുകൊണ്ടിരുന്ന വെലോസിറ്റി UA ആൻഡ് UB ആയിരുന്നു. ഇനീഷ്യൽ വെലോസിറ്റിക്ക് നമ്മൾ UA UB എന്നല്ലേ കൊടുക്കുക. ഇവ രണ്ടും കൊളൈഡ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നു. ഈ ബോൾസ് കൊളൈഡ് ചെയ്യുമ്പോൾ അവരുടെ മാസിന് മാറ്റമൊന്നും സംഭവിക്കില്ല, പക്ഷെ അതേസമയം സ്പീഡ് ഫൈനലി അവയുടെ വെലോസിറ്റി VA ആൻഡ് VB ആയി എന്ന് വിചാരിക്കാം. അപ്പൊ ഈ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് A എന്ന് പറയുന്ന ബോൾ Bയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെ നമ്മൾ ആക്ഷൻ എന്ന് വിളിക്കുകയാണെങ്കിൽ B എന്ത് ചെയ്യും? വെറുതെ ഇരിക്കില്ലല്ലോ, ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ എയുടെ പുറത്ത് കൊടുക്കും. അപ്പോൾ FAB ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈനസ് സൈൻ കൊടുക്കുന്നത്. മൈനസ് ഓഫ് FBA എന്ന് എഴുതാം. ഇവിടെ FAB എന്ന് പറയുന്നത് ഫോഴ്സ് അപ്ലൈഡ് ബൈ A ഓൺ B, FBA എന്ന് പറയുന്നത് ഫോഴ്സ് അപ്ലൈഡ് ബൈ B ഓൺ A എന്നുള്ളതാണ്. ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. മൊമെന്റം എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതി? MA ഇൻറ്റു VA മൈനസ് UA ഡിവൈഡഡ് ബൈ T ഇസ് ഈക്വൽ ടു MB ഇൻറ്റു VB മൈനസ് UB ഡിവൈഡഡ് ബൈ T എന്ന് എഴുതി. ഇവിടെ ഈ ഡിവിഷൻ T നമുക്ക് ക്യാൻസൽ ആയി പോയി. ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്നതാണ് MAUA പ്ലസ് MBUB ഇസ് ഈക്വൽ ടു ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ടായിരുന്നേ, മൈനസ് ഓഫ് ഫോഴ്സ് എന്നല്ലേ പറഞ്ഞു. MAVA പ്ലസ് MBVB. സി ഇത് എങ്ങനെ റീഅറേഞ്ച് ചെയ്തെന്ന് ഞാൻ കാണിക്കാം. ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി. MAVA മൈനസ് MAUA എന്നാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. അപ്പൊ എന്താ വരിക? മൈനസ് MBVB. ഇവിടെ മൈനസും മൈനസും പോയിട്ട് പ്ലസ് MBUB എന്ന് വരും അല്ലെ. അപ്പോ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കിയേ. ഈ MAUA എന്നുള്ളത് മൈനസ് ആണ്, അതിനെ ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്താ എഴുതാൻ പറ്റുന്നത്? MAUA. ഇവിടെ ആരുണ്ട്? MBUB ഉണ്ട് അല്ലെ. അപ്പൊ പ്ലസ് MBUB ഇസ് ഈക്വൽ ടു ഇവിടെ MAVA എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ടേം ഉണ്ട്, വിച്ച് ഇസ് MAVA. ഇനി മൈനസ് MBVB ഞാൻ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഇക്വേഷന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? പ്ലസ് എന്നാവും, വിച്ച് ഇസ് പ്ലസ് MBVB. അതായത് MAUA പ്ലസ് MBUB എന്ന് വെച്ചാൽ എന്താണ്? ഇനീഷ്യൽ മൊമെന്റം ഓഫ് A പ്ലസ് ഇനീഷ്യൽ മൊമെന്റം ഓഫ് B. അതിന് നമുക്ക് എന്ത് പറയാം? ടോട്ടൽ ഇനീഷ്യൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം ഓഫ് A പ്ലസ് ഫൈനൽ മൊമെന്റം ഓഫ് B, ടോട്ടൽ ഫൈനൽ മൊമെന്റം. ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് ഇപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ക്ലാസ് ടെസ്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ. ക്ലാസ്സിൽ ഡിസ്ക്രിപ്റ്റീവ് എക്സാം നടത്തുന്നുണ്ടെങ്കിൽ പഠിച്ചാൽ മതി. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു, ബാലൻസ്ഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് പഠിച്ചു, ഇനേർഷ്യ എന്താണെന്ന് പഠിച്ചു, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താണെന്ന് പഠിച്ചു, മൊമെന്റം എന്താണെന്ന് പഠിച്ചു, സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താണെന്ന് പഠിച്ചു, തേർഡ് ലോ ഓഫ് മോഷൻ പഠിച്ചു, അതോടൊപ്പം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പഠിച്ചു. 3 ഇമ്പോർട്ടന്റ് ഫോർമുലാസ് ആണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഒന്ന്, P ഈക്വൽ ടു M ഇൻറ്റു V, മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി. ഫോഴ്സ് ഈക്വൽ ടു M ഇൻറ്റു A, ഫോഴ്സസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇനി കൺസർവേഷൻ ഓഫ് മൊമെന്റം അനുസരിച്ച് MAUA പ്ലസ് MBUB ഇസ് ഈക്വൽ ടു MAVA പ്ലസ് MBVB. ഈ 3 ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുന്നൊന്നും ആരും നിർത്തരുത്. കാരണം ഒബ്ജക്റ്റീവ് ആണെങ്കിലും പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഫോർമുലാസ് എല്ലാവരും ഓർത്ത് വെക്കുക. ഇത് നമ്മൾ പഠിച്ച ഫോഴ്സും മൊമെന്റും രണ്ടും വെക്ടേഴ്സ് ആണ്, ഡയറക്ഷൻ ആവശ്യമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, പഠിച്ചു കാണും എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് എഴുതാം. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൂടെ ഒന്ന് പരിഗണിക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ ടു ഓൾ ഓഫ് യു.